ഹായ് ഫ്രണ്ട്സ്, എന്നും വ്യത്യസ്തത പുലർത്തുന്ന വീഡിയോകളുമായിട്ടാണ് ഞാൻ എന്നും വരാറുള്ളത്. ഇന്ന് ഞാനൊരു ഭക്തിസാന്ദ്രമായ ഒരു വീഡിയോ ആണ്. അത് അധികമൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ നാരായണീയം എന്ന കാവ്യം പാരായണം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ റാന്നി തോട്ടമൺകാവ് ക്ഷേത്രത്തിൽ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാന്നി തോട്ടമൺകാവ് ഭഗവതി ക്ഷേത്രമാണിത്. അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ നാരായണീയ പാരായണം. അപ്പം നാരായണീയമൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ, കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് നാരായണീയം ചൊല്ലുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിയാകും പ്രഹ്ലാദ ബാലകനോ ചെമ്മേ നടന്നു ചെന്നു കൈകോപ്പി മുന്നിൽ നിന്നു. ഉണ്ണിയെ കണ്ട നേരം ശ്രീമാറും കണ്ടിൽ നിന്നു ആനന്ദ ബാഷ്പമൂറി ഉണ്ണിയെ. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയം ഭഗവത് സംബോധനാരൂപത്തിൽ എഴുതപ്പെട്ട ഒരു വിശിഷ്ട സ്തോത്രമാണ്. ഇത് സംസ്കൃത പദങ്ങളാണെങ്കിൽ പോലും മലയാളത്തിൽ ലളിതമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പഠിച്ചെടുക്കാവുന്നതേയുള്ളൂ. മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസ കാലഘട്ടത്ത് ഭട്ടതിരിപ്പാടിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. നാരായണീയ മഹോത്സവ സമിതി ഉദ്ദേശിക്കുന്നതാണ് ഭാവിയിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായിരിക്കണം നാരായണീയം. ആ നാരായണീയം ഒരു പാഠ്യ വിഷയമാകണം. ആ പാഠ്യ വിഷയമാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കും പറഞ്ഞാൽ ആരെങ്കിലും ആക്കൂ? ഇല്ല. അപ്പൊ നാരായണീയ മഹോത്സവ സമിതി പറഞ്ഞ ഒരു രജിസ്ട്രേഡ് സംഘടന ഉണ്ടാക്കി അതിന് അംഗത്വമുണ്ട്, ശക്തിയുണ്ട് എന്ന് തെളിഞ്ഞാൽ മാത്രമേ ആരാണ് ഭരിക്കുന്നത് അവർക്ക് ഇത് ആവശ്യമാണ്. അപ്പോൾ നാരായണീയം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പോയി പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ആഗ്രഹമുള്ളവരൊക്കെ പോയി പഠിക്കണം. ഒരുപാട് നല്ലതാണ് നാരായണീയം പഠിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ഒക്കെ നല്ല സന്തോഷം ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. ഓക്കെ, സി യു.